വെൽക്കം എവ്രി വൺ. ഇത് WMF ഡെൻമാർക്ക് വിമൻ ഫോറത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇറ്റ്സ് എ സീരീസ് ഓഫ് കരിയർ ഗൈഡൻസ് ടോക്ക്. അപ്പൊ അതിനു മുന്നേ ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഇത് WMF ഗ്ലോബൽ വിമൻ ഫോറം ഇനിഷ്യേറ്റീവിന്റെ അടിയിൽ വരുന്ന മെന്ററിംഗ് ആൻഡ് ഗൈഡൻസ് ടോക്കിന്റെ സീരീസ് ആണ്. WMF അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് വേൾഡ് മലയാളി ഫെഡറേഷൻ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ്. മലയാളികളെ കണക്ട് ചെയ്യാനും മലയാളികളല്ലാത്ത നമ്മൾ കേരളം ഇഷ്ടപ്പെടുന്നവരെയും നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ ഒരു കണക്റ്റഡ് നെറ്റ്വർക്ക് ആണ്. 159 രാജ്യങ്ങളിൽ കൂടുതൽ ഇപ്പോൾ WMFന് റെപ്രസെന്റേഷൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അത് വലിയൊരു നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിപ്പോൾ വേൾഡിലെ പലയിടത്തുള്ള ആൾക്കാരെയും ഫ്രണ്ട്സിനെയും ഒക്കെ കിട്ടുന്നുള്ള പോലെ. അപ്പോൾ WMFന് ഒരുപാട് ഫോറംസ് ഉണ്ട്. അതിലൊരു ഫോറമാണ് വിമൻസ് ഫോറം. അപ്പൊ വിമൻസ് ഫോറത്തിന്റെ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള സ്ത്രീകളെയും അപ്ബ്രിങ്ങിങ് അല്ലെങ്കിൽ അവരെ അപ്ലിഫ്റ്റ്മെന്റ്, അല്ലാതെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മൾ ഡെൻമാർക്കിലാണ്, ഇപ്പോ ബെനിനിലോ അല്ലെങ്കിൽ ഖത്തറിലോ ഉള്ളവർക്ക് അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും പിന്നെയുള്ള മലയാളികളല്ലാത്തവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇൻ ജനറൽ വിമൻ കരിയർ ഇംപ്രൂവ് ചെയ്യാനും അവരെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാനും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ആ ആക്ടിവിറ്റീസ് ഇനിഷ്യേറ്റ് ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക. WMF എല്ലാവർക്കും അറിയാം, അതൊരു നോൺ പ്രോഫിറ്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് എല്ലാം ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾ വോളണ്ടറി ആക്ടിവിറ്റീസ്. സോ അതിന്റെ കീഴിൽ ഇപ്പോൾ WMF ഡെൻമാർക്ക് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള സീരീസസ് ആണ് കരിയർ ആൻഡ് ഗൈഡൻസ് ടോക്സ്. അത് ഒരു സെഗ്മെന്റ് ആണ്. രണ്ടാമത്തെ സെഗ്മെന്റിൽ വരുന്നത് പല പല രാജ്യത്തുള്ള വിമൻസ് ഫോറം റെപ്രസെന്റേറ്റീവ്സും അവരുടെ ടീമും നമുക്ക് വേണ്ടി ഓരോ മാസം ലൈവായിട്ട് ഓരോ സ്കിൽസും, ഇപ്പൊ ബേക്കിങ്ങോ നിറ്റിങ്ങോ അല്ലെങ്കിൽ ഇപ്പൊ ആഫ്രിക്കയിലുള്ളവർക്ക് ചിലപ്പോൾ ഒരു ഡാൻസ് നമ്മൾ പഠിപ്പിച്ചു തരാൻ പറ്റുമായിരിക്കും, അവിടുത്തെ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട്. പകരം നമുക്ക് അവിടെ ഉള്ളവർക്ക് വേറൊരു സ്കില്ല് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കാം. സോ ഇങ്ങനത്തെ കുറെ ഒബ്ജക്റ്റീവ്സും ഇനിഷ്യേറ്റീവ്സും എല്ലാം വരുന്നുണ്ട്. സോ ഫസ്റ്റ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് കരിയർ ആൻഡ് ഗൈഡൻസ് ഫോറം അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ടോക്സ്. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ WMF ഡെൻമാർക്ക് വിമൻസ് ഫോറം ജോയിന്റ് കോർഡിനേറ്റർ ആണ് രചന. പിന്നെ ഇവിടെ മിസ്റ്റർ ബേസിൽ ഒതുപ്പുണ്ട്. ബേസിൽ ചേട്ടൻ ഈ സീരീസിലെ ഇന്നത്തെ സബ്ജക്ട് നമുക്കൊപ്പം കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇതിന് നമ്മൾ ആ ടോപ്പിക്കിലേക്ക്, ഇന്നത്തെ ഒരു സീരീസിലേക്ക് പോകുന്നതിന് മുന്നേ രചന WMF ഡെൻമാർക്ക് വിമൻസ് ഫോറത്തിനെ പറ്റി ജോയിന്റ് കോർഡിനേറ്റർ തന്നെ പറയും. രചന. താങ്ക് യു അർജുന. ഇത് ആക്ച്വലി ഇത് നമ്മൾ എന്താ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലൈക്ക് വിമൻ പല ഭാഗത്ത് പല പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. ലൈക്ക് അവർക്ക് ഒരു സപ്പോർട്ടിന് ആരുമില്ല. ഒരു മോറൽ സപ്പോർട്ട് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് അർജുന പറഞ്ഞ പോലെ കരിയർ ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ആദ്യം ഈ നാനോ ടെക്നോളജിയെ കുറിച്ചുള്ള ഒരു ടോക്ക്, രണ്ടാമത് ഞങ്ങൾ വിമൻ ഇൻ സോഷ്യൽ മീഡിയ അതിനെക്കുറിച്ച് ഒരു ടോക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഓതറിങ് ആൻഡ് പബ്ലിഷിങ് എ ബുക്ക് ഇതിനെക്കുറിച്ചും ഇതൊരു ടോക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ അല്ലാതെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മൾ കോർഡിനേറ്റിംഗ് വിത്ത് അതർ കൺട്രീസിലുള്ള വിമൻസ് ഫോറം കോർഡിനേറ്റേഴ്സുമായിട്ട് ജോയിൻ ചെയ്തിട്ട് വേറെ ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് രചന പറഞ്ഞൊരു മെയിൻ പോയിന്റ് അതാണ്. പല രാജ്യങ്ങളിലുള്ള വിമൻസ് ഫോറം കോർഡിനേറ്റേഴ്സ്, ഇപ്പോൾ ഇവിടെ കുറച്ച് സ്കിൽസ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, വേറെ ചില രാജ്യത്ത് വേറെ സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇവരെല്ലാം യുണൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രെങ്ത്, നമ്മൾ യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന യൂണിറ്റി സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ കേൾക്കാൻ കിട്ടുന്ന സുഖം വേറെ ഒരു ഭാഷയിലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ പറ്റുന്ന അത്രയും മലയാളികളെ കണ്ടുപിടിച്ച് അവരുടെ സ്കിൽ സെറ്റ് നമ്മൾ ഷെയർ ചെയ്യും. ഇത് നമ്മൾ മാത്രമല്ല, ഡെൻമാർക്ക് മാത്രമല്ല, ഇതിനെ തുടർന്ന് ഇനി ഒരുപാട് രാജ്യങ്ങൾ അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് എല്ലാം അവർ കവർ ചെയ്യും. സോ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ടു സ്റ്റാർട്ട് വിത്ത് ഒരു ഫാൻസി വാക്കാണ് നാനോ ടെക്നോളജി. എല്ലാവർക്കും നാനോ ടെക്നോളജി പഠിക്കണം, നാനോ ടെക് കൂളാണ്, ഭയങ്കര കൂൾ ജോബ് ആണെന്ന് പിള്ളേർക്കും എല്ലാം തോന്നും. അപ്പോൾ ആ ടോപ്പിക് നമ്മൾ ഫുള്ളായിട്ട് ഇന്ന് കവർ ചെയ്യില്ല. ഇതൊരു ഇൻട്രൊഡക്ഷൻ സീരീസ് മാത്രമാണ്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഉള്ളൂ ബേസിലായിട്ട് നമുക്ക് തരാൻ പോകുന്നത്. ഇനി ഇതിൽ ആർക്കെങ്കിലും നാനോ ടെക്നോളജിയെ പറ്റി അറിയേണ്ട കൂടുതൽ ചോദ്യങ്ങൾ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇതിന്റെ കൂടി ഉണ്ടാവും. അപ്പോൾ ആ ഇമെയിലിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നാനോ ടെക്നോളജിയെ പറ്റി അറിയേണ്ടത്, നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കോ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ മിഡ് കരിയറിൽ നിൽക്കുന്നവരാകാം, നിങ്ങൾക്ക് എന്താണ് കൂടുതൽ അറിയേണ്ടത്, അടുത്ത് പഠിത്തത്തിന്റെ പാത്താകാം, ഇല്ലെങ്കിൽ റിസർച്ച് ടോപ്പിക്സ് ആവും, എന്തായാലും ആകാം.
അപ്പോൾ ആ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഇനിയും എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് ഒരു സെക്കൻഡ് സീരീസ് ഉണ്ടാവും നാനോ ടെക്നോളജി. അതിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്യുകയോ ഞങ്ങൾക്ക് അയച്ചു തരികയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ വീൽ സ്റ്റാർട്ട് വിത്ത് നാനോ ടെക്നോളജി. അപ്പോൾ ബേസിൽ ചേട്ടൻ്റെ PhD നാനോ ടെക്നോളജിയിലാണ്. അതുകൊണ്ടാണ് WM ഡെൻമാർക്കിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ സീരീസിന് ഞങ്ങൾ ചേട്ടനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. വെൽക്കം ബേസിൽ ചേട്ടാ. താങ്ക് യു അർജുന ആൻഡ് താങ്ക് യു രചന. WM ഡെൻമാർക്ക് വിമൻസ് ഫോറത്തിന്റെ ഈ ആക്ടിവിറ്റി വളരെ മാതൃകാപരമാണ്. പ്രത്യേകിച്ചും അതിന്റെ എയിം വളരെ അട്രാക്റ്റീവ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഇൻഫർമേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും കോളേജ് ജീവിതം തുടങ്ങിയ കുട്ടികളായാലും നാനോ ടെക്നോളജി ഇതുപോലുള്ള പുതിയ പുതിയ ശാസ്ത്ര ശാഖയെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള സീരീസുകൾ സഹായപ്രദമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമേ ഈ ടോക്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രം അവതരിപ്പിക്കുന്നുള്ളൂ. ഇതിനുശേഷം ഇതിനെ തുടർന്ന് ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഞാൻ നാനോ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാനോ ടെക്നോളജിയിലാണ് എൻ്റെ PhD ഞാൻ ചെയ്തത്. അതിനുശേഷം എൻ്റെ ഒരു 4 വർഷത്തോളം പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് നടത്തിയതും നാനോ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നാനോ മെറ്റീരിയൽസ് ആൻഡ് നാനോ പാർട്ടിക്കിൾസ് സൈഡിലായിരുന്നു എൻ്റെ റിസർച്ച്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നാനോ ടെക്നോളജിയെ കുറിച്ച് പറയാൻ സാധിക്കും. ഈ നാനോ ടെക്നോളജി എന്താണ്, എങ്ങനെയാണ് എന്നൊരു തുടക്കം മാത്രം പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ ഒരു ചെറിയ സംഭാഷണത്തിലൂടെ. എന്നെ ഇവിടെ ഇരിക്കുന്ന രചനയും അർജുനയും ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇതൊരു രസകരമായ ഒരു ചോദ്യോത്തര സംവാദമായിട്ട് തന്നെ നടത്താം എന്നാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അപ്പൊ നമുക്ക് അതെ, അപ്പൊ ആദ്യമായിട്ട് ഈ നാനോ ടെക്നോളജി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഇതൊരു പുതിയ വാക്കാണ്. ഈ വാക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 വർഷമായിട്ടുണ്ടാവും. ഈ 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേട്ടു തുടങ്ങിയിട്ടുണ്ട് നാനോ ടെക്നോളജി എന്നത് എന്താണെന്നോ, അല്ലെങ്കിൽ നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖയുണ്ടെന്നും അത് എങ്ങനെയാണ് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അങ്ങനെ നമ്മൾ സാധാരണ ജീവിതത്തിൽ പഠിക്കുന്ന സബ്ജക്ട്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്, അല്ലെങ്കിൽ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ പല പഠന സംവിധാനങ്ങളും നാനോ ടെക്നോളജി ആ സമയത്ത് നാനോ ടെക്നോളജി എന്ന പേരിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ റിസർച്ച് ലെവലിലും വാർത്തകളിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും മീഡിയയിലും എല്ലാം നാനോ ടെക്നോളജിയെ കുറിച്ച് ചെറിയ ചെറിയ അറിവുകളും ചെറിയ വാർത്താ ശകലങ്ങളും ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, എന്തായിരിക്കും ഈ നാനോ ടെക്നോളജി? ഈ നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും ഒക്കെ ആയിട്ട് ഇതിന്റെ ബന്ധം, ഇതെങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ ഏത് ശാസ്ത്ര ശാഖയുടെ പരിധിയിൽപ്പെടുത്താം, അല്ലെങ്കിൽ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി സംഭവമാണോ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്ര കുതികളായിരുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന ചോദ്യങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ നിന്നും തുടങ്ങിയ ഒരു യാത്രയാണിത്, അന്വേഷണമാണ്. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ തേടി വരുമ്പോൾ കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നത് ശ്രമിച്ചു നോക്കാം. സോ ആക്ച്വലി നാനോ ടെക്നോളജി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഭാഗം നാനോ എന്ന് പറയുന്നതിന്റെ അർത്ഥം 1 ബില്യൺത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം അല്ല, 10 ലക്ഷത്തിനെയും 1000 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗം എന്നാണ് നാനോ എന്ന വാക്കിന്റെ അർത്ഥം. 1 മില്യൺത്ത് അല്ല, 1 ബില്യൺത്ത് ആണ്. കോടിയോളം വരുമായിരിക്കാം. അതെ, 1 മില്യൺത്ത് എന്ന് പറയുന്നതാണ് 10 ലക്ഷത്തിലൊന്ന് അല്ലേ? അതെ, 1 മില്യൺ 10 ലക്ഷം. അപ്പൊ ഒരു 100 കോടിയോ അതിന് മേളിലോ ഒക്കെ വരും ആ ഒരു ലെവല്. 1 ബൈ. അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നാനോ എന്ന വാക്ക് ഒരു ഗ്രീക്ക് പദപ്രയോഗം എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അർത്ഥം ഡ്വാർഫ് എന്നാണ്. അപ്പൊ നമ്മൾ നാനോ സ്കെയിൽ, ഈ വാക്കിനെ കൂടുതൽ മനസ്സിലാക്കാൻ എന്താണ് നാനോ സ്കെയിൽ, 1 നാനോമീറ്റർ എന്താന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നാനോ സ്കെയിൽ എന്താന്ന് നമുക്ക് മനസ്സിലാവും.
അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുടിയിഴ, നമ്മുടെ ഒരു സ്റ്റാൻഡ് ഓഫ് ഹെയർ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇപ്പോ അതിന്റെ ഒരു ആവറേജ് ഡയമീറ്റർ എന്ന് പറയുന്നത് 100 മൈക്രോമീറ്റർ ആണ്. ഒരു മുടിയുടെ ഡയമീറ്റർ, അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 100 മൈക്രോമീറ്റർ ആണ്. ഈ 100 മൈക്രോമീറ്റർ ഉള്ള ഒരു മുടിയിഴയെ 100 സ്ലൈസ് ആയിട്ട് എടുത്തതിൽ ഒരു സ്ലൈസ് ആണ് 1 മൈക്രോമീറ്റർ. ആ ഒരു 1 മൈക്രോമീറ്ററിന് വീണ്ടും 1000 തവണ വിഭജിച്ചിട്ട് അതിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് മോളിക്കുലാർ ലെവൽ അല്ലെങ്കിൽ അറ്റോമിക് ലെവലിലേക്ക് മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ എലമെന്റ്സിന്റെ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ലെവലിലുള്ള മോളിക്കുലാർ ലെവലിൽ ഡീൽ ചെയ്യുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക ഭാഗമാണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. നാനോ ടെക്നോളജി നോർമലി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ പറയുന്നത് ഇറ്റ് ഈസ് ദ സയൻസ് അസോസിയേറ്റഡ് വിത്ത് എനി മെറ്റീരിയൽ വിച്ച് ഹാസ് ഡയമെൻഷൻ ബിറ്റ്വീൻ 1 to 100 നാനോമീറ്റർ. ഒരു നാനോമീറ്ററിനും 100 നാനോമീറ്ററിനും ഇടയിൽ വലിപ്പമുള്ള മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് നാനോ ടെക്നോളജി എന്ന് നമുക്ക് വളരെ പരിമിതമായിട്ട് പറയാം. അല്ല, ഒരു ഡൗട്ട് അപ്പൊ ചോദിക്കുന്ന വെച്ചാൽ നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്സ് ലൈക്ക് അത്രയ്ക്കും ചെറുതല്ലേ? അതെ, അഡ്വാൻസ്ഡ് മൈക്രോസ്കോപ്സ് ആണോ വേണ്ടത്? ലൈക്ക് തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് മൈക്രോസ്കോപ്പ്, അതായത് നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പ്, ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ ലൈറ്റിനെയാണ്. ആ ലൈറ്റിൽ നമുക്കിത് കാണാൻ പറ്റില്ല. ആ ലൈറ്റിൽ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നാനോ പാർട്ടിക്കിൾസിനെ, നാനോ മെറ്റീരിയൽസിനെ നമ്മൾ കൂടുതലും അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺസിന്റെ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ വരുന്ന ഈ വെബ് സീരീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ വരുന്ന അടുത്ത എക്സ്പേർട്ടായിട്ട് വരുന്ന ആളുകൾ അത് കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുകയില്ല. നാനോ പാർട്ടിക്കിൾസ് കാണണമെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ടെക്നോളജി തന്നെ ഉപയോഗിക്കണം. ഈ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ NM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏതിന്റെ അബ്രിവേഷൻ ആണ്? NM, നാനോമീറ്റർ എന്നതിന്റെ അബ്രിവേഷൻ ആണ് NM. നാനോ എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഇനി തൊട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം അത് 10 to the power of -9 ആണ്. 9 നാനോയും ഓർക്കാൻ നല്ല എളുപ്പമുണ്ട്. അപ്പോ ഞാനപ്പോ ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോകാം. അപ്പൊ ഈ നാനോ ടെക്നോളജി എന്താണെന്ന് നമ്മൾ വളരെ ബ്രീഫായിട്ട് സംസാരിച്ചു. ഇനി ഈ നാനോ ടെക്നോളജി അല്ലെങ്കിൽ ഈ നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് അത് ഇന്ന് ഉണ്ടായതാണോ അല്ലെങ്കിൽ ഇത് ഒരു ന്യൂ ടെക്നോളജി ആണോ? ഈ വാക്ക് നമുക്ക് വളരെ ഫാൻസിയാണ്, അർജുന പറഞ്ഞ പോലെ. പക്ഷെ അത് ഇപ്പോ ഈ 1970കളിലും 80കളിലും പ്രശസ്തമായ ഒരു വാക്കാണ്, ഒരു ടേമാണ് നാനോ ടെക്നോളജി. പക്ഷെ അത് ഇന്ന് മാത്രമായിരുന്നില്ല, ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. ഇപ്പൊ കെമിസ്ട്രി റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അവർ പറയും നാനോ ടെക്നോളജി അവർക്ക് പുതുതല്ല. കാരണം അവരുടെ ഏതൊരു സിന്തസിസും, ഒരു ഇനോർഗാനിക് സിന്തസിസ്, ഈ നാനോ ഫേസിലൂടെയാണ് കടന്നു വരുന്നത്. ഒരു പ്രസിപ്പിറ്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാകുന്ന ന്യൂക്ലിയേഷൻ കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടാകുന്ന നാനോ പാർട്ടിക്കിൾസ് ആണ്. ആ നാനോ പാർട്ടിക്കിൾസ് ഇങ്ങനെ കൂടിച്ചേർന്ന് അതിന് അഗ്ലോമറേഷൻ എന്നാണ് പറയുക. അങ്ങനെ അഗ്ലോമറേറ്റ് ചെയ്താണ് ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നത്. ഈ കെമിസ്ട്രി നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ സ്കൂളിലൊക്കെ പ്രസിപ്പിറ്റേഷൻ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. ഗ്രാവമെട്രിക്കൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഇഷ്ടംപോലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം ആദ്യം ചെയ്യുന്നത്. അപ്പൊ ഈ പ്രസിപ്പിറ്റേഷന് മുന്നേ സംഭവിക്കുന്ന കാര്യം, പ്രസിപ്പിറ്റേറ്റ് ആയി മാറുന്നതിന് മുൻപ് എപ്പോഴും നാനോ പാർട്ടിക്കിൾസ് ആണ് ഫോം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇതൊരു പുതിയ ഒരു കാര്യമല്ല, ഇതൊരു പുതിയ പദമാണ് നാനോ ടെക്നോളജി. പക്ഷെ ഇതൊരു പുതിയ കാര്യമല്ല. ഇത് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പഴയ കാലത്തെ പുരാതനമായ പള്ളികൾ, ഇപ്പൊ പ്രത്യേകിച്ച് യൂറോപ്പിലും ഇന്ത്യയിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടിൻറ്റഡ് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ വിൻഡോസ് ഉണ്ട്. സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ഇഷ്ടം പോലെ പല ഭാഗത്ത് കാണണ്ടേ. ഫോർ എക്സാമ്പിൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഗോത്തിക് കാലങ്ങളിൽ ഉണ്ടാക്കിയ ചർച്ച് പള്ളികളിലെല്ലാം ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ കാണുന്നുണ്ട്. യൂറോപ്പിൽ പല ഭാഗത്തും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് കാണുന്ന ഈ വർണ്ണമനോഹരമായ
ഈ അലങ്കാര പണികളെല്ലാം ആക്ച്വലി ഇപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താ പറയാ, ഇവര് ഈ ഗ്ലാസ് പീസസ് ഒക്കെ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ കാണുന്ന വിവിധ നിറങ്ങളെല്ലാം പല സൈസിലുള്ള ഗോൾഡിന്റെയും സിൽവറിന്റെയും നാനോ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് 14-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടാക്കിയ പള്ളികളിലും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നോളജിയുടെ പേര് പുതുതാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ, പക്ഷെ അന്ന് ഇത് ഉണ്ടാക്കിയ ആളുകൾ ഇത് നാനോ പാർട്ടിക്കിൾസ് ആണ് എന്ന് വിചാരിച്ചുണ്ടാക്കിയതല്ല. അവരൊരു ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തപ്പോൾ ഈ കളേഴ്സ് കിട്ടി. അപ്പൊ അത് ഭംഗിയുള്ളതായതുകൊണ്ട് അതിനെ എങ്ങനെ മനോഹരമാക്കി അലങ്കാര പണികളാക്കി ഉപയോഗിക്കാമെന്നുള്ളൊരു ഒരു മെത്തേഡ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. പക്ഷെ അവർ ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് അന്ന് മനസ്സിലാക്കിയില്ല. ആ നടന്ന പ്രതിഭാസങ്ങളെല്ലാം, ആ നടന്ന കാര്യങ്ങളെല്ലാം ഒരു പേരിട്ട് വിളിക്കുകയാണ് ഈ പുതിയ കാലത്ത് സംഭവിച്ചത്. പിന്നെ ടെക്നോളജി ഇംപ്രൂവ് ചെയ്തതോടെ ഇതിനെക്കുറിച്ചെല്ലാം സയന്റിഫിക് ആയിട്ട് പഠിക്കാനും ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്ര സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം നമ്മളുടെ ഈ ജനറേഷനും കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ ചുവപ്പ് നിറത്തിലുള്ള ഭാഗങ്ങളെല്ലാം ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ആണെന്നും, പിന്നെ എന്താ പറയുക, ബ്ലൂ കളർ ടുവേഴ്സ് ദി ബ്ലൂ പോകുമ്പോഴത്തേക്കും അത് സിൽവർ നാനോ പാർട്ടിക്കിൾസും ആണെന്നാണ് റിസർച്ച് ചെയ്തിട്ടുള്ള പല ആളുകളും അഭിപ്രായപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവര് പണ്ട് കാലത്തുള്ള ആളുകൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ, ഗോൾഡ് ക്ലോറൈഡിന്റെ സൊല്യൂഷനും സിൽവർ നൈട്രേറ്റിന്റെ സൊല്യൂഷനും ഗ്ലാസ് ഉരുകുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് അതിനെ വളരെ സ്ലോ ആയിട്ട് കൂൾ ചെയ്യുമ്പോൾ തണുപ്പിച്ചെടുത്തപ്പോൾ ഉണ്ടാകുന്ന അവർക്ക് കിട്ടിയ ചില കളർ ആണിത്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ച് അവര് വർണ്ണാഭമായ ഈ ഗ്ലാസ്സുകളെല്ലാം ഡിസൈൻ ചെയ്തു. അപ്പൊ നമുക്ക് ഒരിക്കലും നാനോ ടെക്നോളജി ഒരു പുതിയ കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. ഇത് പണ്ട് തൊട്ടേ നിലവിലുണ്ട്. പക്ഷെ അതിനെ നമുക്കിപ്പോ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സയൻസിന്റെ ശാഖയിലേക്ക് കൊണ്ടുവന്ന് ഇതൊരു പർട്ടിക്കുലർ സയൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് സൈസ് ഓഫ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ഗ്ലാസ് ആണ് ഈ കാണുന്ന ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. കാരണം ഈ പെയിന്റിങ്ങിലൊക്കെ വരെ നാനോ ടെക്നോളജി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. നാനോ ടെക്നോളജി വേറെ ഒരുപാട് കാര്യങ്ങളിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ആദ്യമായിട്ടാണ് ഒരു പെയിന്റിങ്ങിലോ അല്ലെങ്കിൽ ഇങ്ങനെ, എനിക്ക് ചിലപ്പോൾ ഞാനത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. ഇനി പോകുമ്പോൾ ഞാനിപ്പോ മനസ്സിലാലോചിച്ചത് ഈ ചാപ്പലിൽ പോയിട്ട് ഈ പെയിന്റിങ് ഒന്നുകൂടെ പോയി നോക്കണം എന്നുള്ളതാ. ഇത് ആക്ച്വലി കാണാനായിട്ട് നമുക്ക് ഇവിടെ അടുത്തുള്ളത് ഗഫ്യൂൺ ഒരു ഫൗണ്ടെയിൻ ഇല്ലേ ഇവിടെ, ലിറ്റിൽ മെർമെയ്ഡിന്റെ അവിടെ നിന്ന് താഴോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ചിന്റെ പിന്നിലെ വിൻഡോസ് ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് വെച്ചിട്ട് ഉള്ളൊരു വിൻഡോ ഉണ്ട്. എല്ലാ സ്റ്റെയിൻഡ് ഗ്ലാസിലും ഈ നാനോ ടെക്നോളജി വരും എന്നാണോ ചേട്ടൻ? അങ്ങനെയല്ലല്ലോ, അത് ചില ടൈപ്പ് പ്രത്യേകിച്ച് ഈ പഴയ നമ്മളിപ്പോ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പള്ളികൾ കാണാം ഈ നാനോ ടെക്നോളജി, ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഉള്ള വിൻഡോസ് ഉള്ള പള്ളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഫ്രാൻസിലെ പാരീസിലുള്ളൊരു പള്ളിയുടെ ചിത്രമാണിത്. അവിടെ ആ രാജാവ് അവിടെ 14th സെഞ്ചുറി വരെ പുള്ളി അവിടെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ റെസിഡൻസ് ആയിരുന്നു അത്. അതൊരു ചാപ്പലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഇതെന്താന്ന് അറിയില്ലായിരുന്നു എന്ന് മാത്രം. അടുത്ത റോമിലെ ചർച്ചിലും ഇതുണ്ടായിരുന്നു. റോമിലെ ചർച്ചിലും ഇതുപോലുള്ള ചിത്രപ്പണികളുണ്ട്. കാരണം നല്ല ഭംഗിയായിട്ട് നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട് ഈ ഇതുപോലെ പല ചർച്ചസിലും അവിടെ ഉള്ള. അതാ ചോദിച്ചത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പറയുന്ന ഡമാസ്കസ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് ഈ ക്രൂസൈഡിന്റെ സമയത്തൊക്കെ ഭയങ്കര ഷാർപ്പായിട്ടും അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി കൂടിയതും ആയ വാളുകൾ, ബ്ലേഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിന് ഭയങ്കര എന്താ പറയുക, ബിസിനസ് ഡിമാൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ഡമാസ്കസ് എന്ന് പറയുന്നത്, സിറിയയിലെ ഡമാസ്കസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് അവരാണ് ഇത് കൂടുതൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. അതായത് ഞാൻ പറയുന്നത് 19th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ ആ സമയത്ത്, അല്ല 19th സെഞ്ചുറിയിൽ, അതിനു മുമ്പ് 4th സെഞ്ചുറിയിലും ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് വളരെ പ്രചാരത്തിലിരുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലേഡ്. അപ്പൊ ആ സമയത്ത് യുദ്ധങ്ങളും ഒക്കെ ഒരുപാട് നടന്നിരുന്നതുകൊണ്ട് ഇതിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു.
അപ്പൊ അതിനെക്കുറിച്ച് തേടി ചെന്നപ്പോൾ കണ്ട ഒരു കാര്യം, ഇതിന് ഉപയോഗിക്കുന്ന ഈ മെറ്റൽ ബ്ലോക്സ് ഇറക്കുമതി ചെയ്തിരുന്നത് അന്നത്തെ ഇന്ത്യയിൽ നിന്നാണ്. സോ ആ സമയത്ത് പക്ഷെ ഇതിന്റെ ആ ടെക്നോളജി, ആ പർട്ടിക്കുലർ അതിന്റെ ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി അത് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല. അതൊരു എന്താ പറയാ, ഒരു ബിസിനസ് സീക്രട്ട് ആയിട്ട് തന്നെ സൂക്ഷിച്ചിരുന്നു. അത് വാമൊഴിയായിട്ട് മാത്രം പിന്നാലെ വരുന്ന തലമുറയ്ക്ക് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി 1700s ആ ഒരു ചെയിൻ സ്റ്റോപ്പ് ആയിപ്പോയി. അതോടുകൂടി ഇതിന്റെ സപ്ലൈ നിന്നുപോയി, ഇന്ത്യയിൽ നിന്നുള്ള സപ്ലൈ നിന്നുപോയി. അത് തന്നെയല്ല, ഇന്ത്യയിലെ ഖനികളിൽ ഇരുമ്പിന്റെ ഉൽപാദനം കുറഞ്ഞു. അതോടുകൂടി പിന്നെ ഈ മെറ്റീരിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത്രയും ഡ്യൂറബിൾ ആയിട്ടും ഇത്ര ഷാർപ്പായിട്ടും നിലനിന്നിരുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അതിനുശേഷം ഇപ്പൊ ഈ ആധുനിക കാലത്ത് എനിക്ക് തോന്നുന്നു 2004 മറ്റാണോ, 2006 2004 മറ്റോ ചില സയന്റിസ്റ്റുകൾ ഇതിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തു നോക്കി. ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ നോക്കുമ്പോഴത്തേക്ക് ഇവർ കണ്ടുപിടിച്ചു ഇതിൽ സ്റ്റീലിനോടൊപ്പം കാർബൺ നാനോ ട്യൂബ്സും കാർബൺ നാനോ ഫൈബേഴ്സും എംബഡഡ് ആണ്. അതുകൊണ്ടാണ് ഈ മെറ്റീരിയലിന് ഇത്രയും ഡ്യൂറബിലിറ്റി, ഇത്രയും ഷാർപ്നെസ്സും ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് ഈ മെറ്റീരിയലിന് ഓൾ ഓഫ് എ സഡൻ കിട്ടുന്നത്. ഈ ഒരു റെസിപ്പി കിട്ടിയതിനു ശേഷവും ഇതുവരെയും ആ സെയിം മെറ്റീരിയൽ റിപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഈ ലിറ്ററേച്ചർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ബ്ലോക്സ് ഉണ്ടാക്കിയിരുന്നത് വലിയ ചൂടിൽ അയൺ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം ചാർക്കോൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഈ ചാർക്കോളിൽ നിന്നും കാർബൈഡ് ഫോമിൽ കാർബൺ നാനോ ട്യൂബ്സ് ആയിട്ടും കാർബൺ ഫൈബേഴ്സ് ആയിട്ടും ഇതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനുള്ളിൽ ഈ കാർബൺ ഇൻകോർപ്പറേറ്റഡ് ആയി. അതുകൊണ്ടാണ് ഈ ഇരുമ്പിന് ഈ ഒരു പ്രോപ്പർട്ടി വന്നതെന്നാണ് ഇതുവരെ ഇപ്പോൾ ഉള്ള ഒരു സയന്റിഫിക് അന്വേഷണം എത്തി നിൽക്കുന്നത്. എന്നിരുന്നാലും ഈ സെയിം പ്രോപ്പർട്ടിയിൽ ഈ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് വീണ്ടും റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതാവഹമായ കാര്യം തന്നെയാണ്. അത് എന്തെങ്കിലും സാധിക്കുമെന്ന് തന്നെ അതെ അതെ അപ്പൊ ഞാൻ ശരിക്കും പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. നാനോ ടെക്നോളജി എന്ന പദം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. പുതുതാണെങ്കിലും മനുഷ്യനറിയാതെ പണ്ട് കാലങ്ങളിലെ, ഫോർ എക്സാമ്പിൾ 4th സെഞ്ചുറിയിലെ അല്ലെങ്കിൽ ക്രിസ്തുവിന് മുമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു, അതെന്തെന്നറിയാതെ. അതുപോലുള്ള പല രഹസ്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടാവും. ഒരുപക്ഷെ വരും കാലങ്ങളിൽ അതെല്ലാം റിവീൽ ആവുമായിരിക്കും നമുക്ക് കരുതാം. അപ്പൊ ഇത് ഒരു അനന്തമായ പ്രയാണമാണ് ഈ സയൻസും അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതവും ഇതിന്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളും ഒക്കെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രകൃതിയിലും ഉണ്ട് നാനോ ടെക്നോളജി. പ്രകൃതിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സയൻസ് കോപ്പി ചെയ്യുന്നത്. ഒരുപാട് ടെക്നോളജികൾ പ്രചോദനമായിട്ട് പ്രകൃതി മാറിയിട്ടുണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നാനോ ടെക്നോളജിയുടെ ഒരു വലിയ എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആണ് ലോട്ടസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. താമരയുടെ ഇലയിൽ വെള്ളം നിൽക്കില്ല. അപ്പൊ താമരയില വേണമെന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ചേമ്പിന്റെ ഇല അതിലൊന്നും വെള്ളം ഇങ്ങനെ തുള്ളിയായിട്ട് നിന്നിട്ട് അത് പെട്ടെന്ന് തെന്നി ഒഴുകി പോകും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കുറെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള സയന്റിസ്റ്റ് ഈ ഇല എടുത്തിട്ട് അതിനെ മൈക്രോസ്കോപ്പിന്റെ അടിയിലൂടെ നോക്കി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ അടിയിലൂടെ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഈ ഇലകളിലെല്ലാം പ്രകൃതിയുടെ ഒരു ഭയങ്കര പ്രതിഭാസമായിട്ട് നാനോ സ്ട്രക്ചേഴ്സ് നിൽക്കുന്നത് കാണാം. ഇനി നാനോ സ്ട്രക്ചേഴ്സ് മാത്രമല്ല, അതിന്റെ മേലെ കൂടെ ഒരു ഫാറ്റിന്റെ ഒരു കോട്ടിംഗ് കൂടെ ഉണ്ട് വേണമെങ്കിൽ, ടു മേക്ക് ഇറ്റ് എക്സ്ട്രീംലി ഹൈഡ്രോഫോബിക്. അതെ, എമൽഷൻ പെയിന്റ് ഒക്കെ പോലെ തന്നെ അങ്ങനെ. അപ്പൊ ഒരു ഈ ഇലകളെ വെള്ളത്തിന് നനയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ചേമ്പിന്റെ ഇലയിലോ അല്ലെങ്കിൽ താമരയുടെ ഇലയിലോ ഒരു കുറച്ച് പൊടിയല്ലോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാല് ഒരു മഴ പെയ്യുന്ന സമയത്ത് വെള്ളത്തിന് ആ പൊടീനെ എടുക്കാൻ പറ്റും പെട്ടെന്ന്. ആ പൊടി എടുത്തുകൊണ്ട് ആ വെള്ളം വേഗം ഒഴുകി പോകും ഇലയിൽ നിൽക്കാതെ. അപ്പൊ അതുകൊണ്ടാണ് അപ്പോ ആ ഒരു ഇതിൽ നിന്നും ആ ഒരു പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന തരത്തിലുള്ള സർഫസ് ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരുപാട് പെയിന്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വാട്ടർ പ്രൂഫ് പെയിന്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പോയ ഇഷ്ടംപോലെ മിക്കവാറും
ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പെയിന്റ് കാറ്റഗറി വരുന്നതിലെല്ലാം നാനോ പാർട്ടിക്കിൾസ് എംബഡഡ് ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ കൂടുതൽ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പ്രകാശത്തിന് റിഫ്ലക്ട് ചെയ്യാൻ കഴിവുള്ള നാനോ പാർട്ടിക്കിൾസ് ഉള്ള പെയിന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് മുറിക്ക് അകത്തൊക്കെ അടിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ലൈറ്റ് ഇഫക്റ്റ് കൂടത്തക്ക രീതിയിലുള്ള അത് സാധാരണ ജീവിതത്തിൽ ഒരു ആപ്ലിക്കേഷൻ നാനോ ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. സോ ഇഫക്റ്റീവ്ലി ഈ പ്രകൃതിയിലാണ് ഇതുള്ളത്, പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യനെല്ലാം കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ലോട്ടസ് ഇഫക്റ്റ് നാനോ ടെക്നോളജി എന്ന സയൻസ് ശാഖയ്ക്ക് ഒരു വലിയ പ്രചോദനമായിട്ടുണ്ട്. പിന്നെ നമ്മൾ എവറിഡേ ലൈഫിലെ കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും പറയാനുള്ള കാര്യം ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ, അതുപോലെ നമ്മുടെ കൂളിംഗ് ഗ്ലാസിന്റെ ഗ്ലാസ്, അതൊക്കെ സ്ക്രാച്ച് ഫ്രീ ആണ് ഇപ്പോ. അതിനൊക്കെ നമ്മളെ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ എത്ര സൂക്ഷിച്ച് കൊണ്ടു നടക്കണം. ഈ കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ ഗ്ലാസസ് ഒക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗം കഴിഞ്ഞ ഉടനെ ഒരു തുണിയിലെടുത്ത് പൊതിഞ്ഞ് പിന്നെ ഒരു പെട്ടിക്കകത്ത് അടച്ച് സൂക്ഷിച്ച് വയ്ക്കുക. ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ അങ്ങനെ അത്ര പെട്ടെന്ന് പൊട്ടത്തില്ല, അത് അത്ര പെട്ടെന്ന് സ്ക്രാച്ച് വീഴില്ല. ഇപ്പൊ ഐഫോണൊക്കെ ആണെങ്കിലും തറയിൽ 2 പ്രാവശ്യം എറിഞ്ഞാൽ പോലും പൊട്ടില്ല, ഒരു പോറൽ പോലും വരില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ ഈ ടെക്നോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പ്രോഡക്ട്സിനെ, നാനോ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ഉള്ള ഒരുപാട് പ്രോഡക്ട്സിനെ നമ്മൾ കണ്ടും അനുഭവിച്ചും ഉപയോഗിച്ചുമാണ് കടന്നു പോകുന്നത് ഓരോ ദിവസവും. അപ്പം ഈ പറഞ്ഞ പോലെ പണ്ട് ആളുകൾ ആ സ്വർണം ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ഉണ്ടാക്കിയത് അറിയാതെ ആയതുപോലെ നമ്മൾ പല കാര്യങ്ങളും അറിയാതെ ഉപയോഗിക്കുന്നുണ്ട്. നാനോ ടെക്നോളജി കീഴിൽ വരുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ഈ ടെക്നോളജിയുടെ ഒരു ഉപഭോക്താക്കളാണ് നമ്മൾ. പിന്നെ എന്താണ് ഈ നാനോ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഗോൾഡ് ബാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഗോൾഡ് ബാറിന്റെ നിറം എന്താണ്? ഗോൾഡ് ബാറിന്റെ നിറം ഗോൾഡാണ്, മഞ്ഞ കളറാണ്. പക്ഷെ ഈ ഗോൾഡിനെ നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആക്കുമ്പോൾ കിട്ടാവുന്ന പലതരത്തിലുള്ള കളറുകളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ കളറുകളെല്ലാം ഇതെല്ലാം ഗോൾഡ് നാനോ പാർട്ടിക്കിൾ സസ്പെൻഷൻസ് ആണ്, അല്ലെങ്കിൽ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ സൊല്യൂഷൻസ് ആണ്. ഈ കാണുന്ന കളർ വേരിയേഷന്റെ കാരണം ആ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിന്റെ സൈസിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ യെല്ലോയിഷ് സൈഡിലേക്കുള്ള ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും. ഏതാണ്ട് ഒരു 5 നാനോമീറ്റർ സൈസുള്ള ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ആണ് ആ തരത്തിലുള്ള കളർ ഉണ്ടാക്കുന്നത്. വലതുവശത്തേക്ക് പോകുന്തോറും നാനോ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടി വരും. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാ സൈസിലുള്ള ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാം. അപ്പൊ ഈ വലതു ഭാഗത്തേക്ക് ഇരിക്കുന്ന ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഏകദേശം ഒരു 80 നാനോമീറ്റർ സൈസ് ആയിരിക്കും. അത് സൈസ് കൂടുന്തോറും അത് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് മാറും. അതുകൊണ്ടാണ് ഈ കളർ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഇതിപ്പം വെള്ളത്തിലാണോ? വെള്ളത്തിലാണ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾ നമുക്ക് ഈസി ആയിട്ട് വെള്ളത്തിൽ. ഡിഫറെന്റ് സൈസസ്. സെയിം പാർട്ടിക്കിൾസ് ബട്ട് ഡിഫറെന്റ് സൈസസ്. ഓക്കെ. അപ്പൊ ഒരു എക്സോട്ടിക് പ്രോപ്പർട്ടിയാണ്. നാനോ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് സാധാരണ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഗോൾഡിന്റെ സാധാരണ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം മാറിയിട്ട് അതിനൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരും. അത് നാനോ സ്കെയിലിലേക്ക് അത് പോകുമ്പോഴത്തേക്ക്. അതാണ് നാനോ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ഈ നാനോ ലെവലിൽ മാത്രമാണ് അത് കാണുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, മൈക്രോ ലെവലിൽ എന്തുകൊണ്ട് വരുന്നില്ല? മൈക്രോയും ചെറുതല്ലേ, 10⁻⁻6 ആണ് മൈക്രോ എന്ന് പറയുന്നത്. മില്ലി 10⁻⁻3 ആണ്. അപ്പൊ മില്ലിമീറ്റർ സ്കെയിലുള്ള വസ്തുക്കളും തരുന്നില്ല. മൈക്രോ ലെവലിലുള്ള താഴോട്ട് പോകുന്തോറും പ്രോപ്പർട്ടീസിൽ മാറ്റം വരും. പക്ഷെ ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നാനോ ലെവലിലേക്ക് വരുന്നതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാനോ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മളതൊരു മോളിക്കുലർ അറ്റോമിക് ലെവലിലേക്ക് വരും. ഓരോ മെറ്റീരിയലിന്റെയും അല്ലെങ്കിൽ ഓരോ എലമെന്റിന്റെയും മോളിക്കുലർ അല്ലെങ്കിൽ അറ്റോമിക് ലെവലിൽ വരുമ്പോഴേക്കും അതിന്റെ ഇലക്ട്രോൺസിന്റെയും അതിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും മാറുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലൊരു പയ്യനുണ്ടെങ്കിൽ ആ പയ്യൻ വീട്ടിൽ ചിലപ്പോൾ നല്ല പയ്യനായിരിക്കും. അവൻ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി സ്വന്തമായിട്ട് അവന്റെ കൂട്ടുകാരുടെ കൂടെ പെട്ട് കഴിഞ്ഞാൽ അവൻ ചില സ്വഭാവ വ്യത്യാസങ്ങൾ കാണിക്കും എന്ന് പറയുമ്പോൾ
എന്ന് പറയും പോലെ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അതെ, ഞാനും അതാ ചോദിക്കാവുന്ന അനുഭവമാണോന്ന്. എന്ന് പറയും പോലെ ഈ ഗോൾഡ് ഒരു ഈ മെറ്റീരിയൽ ഒരു ബൾക്കായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്വഭാവ വിശേഷങ്ങളെല്ലാം മാറിയിട്ട് വേറൊരു പർട്ടിക്കുലർ ഒരു എക്സോട്ടിക് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് കാണിക്കാൻ തുടങ്ങും നാനോ സ്കെയിലെത്തുമ്പോൾ. അതിന്റെ ഒരു ടെക്നിക്കൽ ടേം ആയിട്ട് നമുക്ക് പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ നാനോ ലെവലിലേക്ക് പോകുന്നതോറും ക്ലാസിക്കൽ ഫിസിക്സിൽ നിന്ന് അത് ഒത്തിരി ഡീവിയേറ്റ് ചെയ്തിട്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ സൈഡിലോട്ട് പോകും. ഇത് രണ്ടും ശരിക്കും വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. ക്ലാസിക്കൽ ഫിസിക്സ് ഒരുവിധം കേട്ടിട്ടുണ്ട്. കരിയർ പാത്തിലൊക്കെ വരുമ്പോൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. തിയറിറ്റിക്കൽ ഫിസിക്സ്, എക്സ്പെരിമെന്റൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് വേറൊരു ഫാൻസി വാക്കാണ് ഇപ്പൊ ശരിക്കും. ഒരു ഹൈപ്പ് ഉള്ളതാ ഇപ്പൊ ഇംഗ്ലീഷ് മൂവീസും എല്ലാത്തിലും മെക്കാനിക്സ് ആണ് ഇപ്പൊ. എനിക്ക് തോന്നുന്നത് അടുത്ത നാനോ ടെക്നോളജി കഴിഞ്ഞ് നാനോ ടെക്നോളജിയേക്കാൾ മേ ബി ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ക്വാണ്ടം മെക്കാനിക്സ്. എസ്പെഷ്യലി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നതോടുകൂടി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഒരു 10 വർഷത്തിനുള്ളിൽ മാറാൻ പോവുകയാണ്. കാരണം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് കോമൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിടികിട്ടാത്ത സിമുലേഷൻസ് ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ മെഡിക്കൽ ഫീൽഡിലായിരിക്കും. മെഡിക്കൽ ഫീൽഡിൽ ഈ ഡ്രഗ് ഡെലിവറി, ഡ്രഗ് ടെസ്റ്റ്, അങ്ങനെ ഈ ക്ലിനിക്കൽ അനാലിസിസ്, അത് അങ്ങനെയുള്ള ഒരുപാട്, അല്ലെങ്കിൽ ഡ്രഗ് ഡിസൈനിങ്, ഈ പറയുന്ന ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരാൻ പോകുന്ന ഒരു സമയമായിരിക്കും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു എന്താ പറയുക ബ്ലാസ്റ്റ് വരുമ്പോൾ. ക്വാണ്ടം മെക്കാനിക്സ് ഓൾസോ പഠിക്കുമ്പോഴൊക്കെ ഒരു ബൂം എന്ന് പറയാറുണ്ട്. ഞാൻ പഠിക്കുമ്പോൾ ബയോടെക് പറയും, നാനോടെക് ഒരു ബൂം വരും എന്ന് പറയും. ഐടിക്ക് ഒരു ബൂം വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട്. അത് കഴിഞ്ഞ് എംബഡഡ് ടെക്നോളജി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാം എംബഡഡ് ആയിട്ടുള്ള ടെക്നോളജി ആയി. പിന്നെ കുറെയൊക്കെ കോമ്പിനേഷൻസ് ആയി. മെക്കട്രോണിക്സ്, നമ്മൾ മെക്കട്രോണിക്സിനെ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ്, നാനോ ബയോടെക്, ഇപ്പം അങ്ങനെ പോയി. പക്ഷെ ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ഭയങ്കര പുതിയ ഫീൽഡാണ്. അത് ഇപ്പൊ ഇങ്ങനെ പല പല ടേംസിലേക്ക് പോയി. ഇനി അത് ബയോയിലുണ്ടാവും ക്വാണ്ടം മെക്കാനിക്സ് എന്ന് തോന്നുന്നു. പിന്നെ ഇലക്ട്രിക്കലുകാർക്ക് വേറെ വരും. അങ്ങനെ. സോ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ക്വാണ്ടം നാനോ ടെക്നോളജിയുടെ ബയോ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് ബയോളജിയിൽ, പ്രത്യേകിച്ചും ക്ലിനിക്കൽ ഫീൽഡിൽ. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. അതൊത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. പല തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്, ഇമേജിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്തും ഒരു പേപ്പർ, നമ്മളിപ്പോ പേപ്പർ പ്രസന്റേഷൻസിന് പുതിയ പേപ്പേഴ്സ് വായിക്കും. സോ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുന്നേക്ക് ഒരു റിസർച്ച് പേപ്പറിൽ ഈ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ക്യാൻസർ ക്യൂർ ചെയ്യുക. അപ്പൊ നാനോ പാർട്ടിക്കിൾസ്, അന്നാണ് ഞാൻ എനിക്കൊന്ന് ആദ്യമായിട്ട് ഈ നാനോ പാർട്ടിക്കിൾസിന്റെ ഒരു ആപ്ലിക്കേഷൻ വായിക്കുന്നത്. നമ്മൾ നാനോ എന്ന് കേൾക്കുന്നതല്ലാതെ, കാരണം അത്രയും ചെറിയ സൈസിൽ ഒരു ഡ്രഗിനെ ഡെലിവർ ചെയ്യണമെങ്കിൽ, ഒരു ഗുളികയ്ക്കൊന്നും എത്താത്ത രീതി, ഇപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഇതിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് നാനോ പാർട്ടിക്കിൾസിനുള്ളിൽ ഡെലിവറി സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്താൽ എങ്ങനെയെന്നുള്ളത്. സോ ഇറ്റ് വാസ് വെരി ഫാൻസി. കാരണം ചേട്ടൻ പറഞ്ഞ ആ ഒരു മൈക്രോസ്കോപ്പ് ലെവലിൽ നമ്മൾ മാനിപ്പുലേഷൻ ആണ്, അല്ലെങ്കിൽ ഡിസൈനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഇവരിത് എങ്ങനെ ചെയ്യും എന്നുള്ളത്. സോ ഓഫ് കോഴ്സ് ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സീരീസിൽ വരുന്ന പ്രതീക്ഷിക്കാം. അതെ, ഈ നാനോ ടെക്നോളജിയുടെ ഏറ്റവും എന്താ പറയാ, മനുഷ്യന് ഉപയോഗമുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള അഡ്വാൻസ്മെന്റ് തന്നെയാണ്. കാരണം രോഗങ്ങൾ എപ്പോഴും മനുഷ്യന്റെ കൂടെ ഉള്ളതാണല്ലോ. അപ്പൊ അത് പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള ട്രീറ്റ്മെന്റിന് നാനോ ടെക്നോളജി, നാനോ പാർട്ടിക്കിൾസ് ഇമേജ് ചെയ്യാനായിട്ട്, ഡയഗ്നോസിസിലാണെങ്കിൽ ഇമേജിംഗ് ടെക്നോളജി ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നാനോ ടെക്നോളജിയുടെ ഒരു കടന്നുവരവിന് ശേഷം. അപ്പൊ ഞാൻ എൻ്റെ മാസ്റ്റർ തീസിസ് ഞാൻ ഉണ്ടാക്കിയത് ഗഡ്ലിനിയം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു നാനോ പാർട്ടിക്കിൾസ് ആയിരുന്നു. സിന്തസൈസ് ചെയ്യാതെ ചെയ്ത് ഗഡ്ലിനിയം ഓക്സൈഡ് എന്ന് പറയുന്ന നാനോ പാർട്ടിക്കിൾ സിന്തസൈസ് ചെയ്തിട്ട് അത് ഈ MRI സ്കാനിങ്ങിന്റെ കോൺട്രാസ്റ്റ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു തുടക്കം, ഒരു സ്റ്റഡി ആയിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ആ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നു. ആ പാർട്ടിക്കിൾസിനെ പിന്നെ നമ്മൾ ഫങ്ഷണലൈസ് ചെയ്ത് അതിനെ എങ്ങനെയാണ്, ഇപ്പൊ നമുക്ക് ഏത് ടിഷ്യൂവിലാണ് എത്തിക്കേണ്ടത്, അത് നമ്മളത് എലിയിലാണ് ടെസ്റ്റ് ചെയ്തത്. എലിയുടെ നാനോ പാർട്ടിക്കിൾസ് ആക്ച്വലി കൺസ്യൂം ആയി കഴിഞ്ഞാൽ ആദ്യം അത് കിഡ്നി അല്ലെങ്കിൽ സ്പ്ലീൻ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവുക. അപ്പൊ ആ ഭാഗത്ത് അതിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് നമുക്ക്
ഇമേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഇമേജിന്റെ കോൺട്രാസ്റ്റ് കൂടുന്നുണ്ടോ, അങ്ങനെയുള്ള സ്റ്റഡീസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മെഡിക്കൽ ഫീൽഡിലാണ് ഏറ്റവും പ്രയോജനപ്രദമായ ആപ്ലിക്കേഷൻസ് നാനോ ടെക്നോളജിക്കുള്ളത്. അറ്റ് ദ സെയിം ടൈം എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ IT ഫീൽഡ്, ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറുകളും ഫോണുകളും എല്ലാം ചെറുതായി വരുന്നതിന് കാരണം നാനോ ട്രാൻസിസ്റ്ററുകളൊക്കെയാണ്. ശരിക്കും ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നാനോ ഉപയോഗിക്കുന്നുണ്ട്. അത് ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ്മെന്റ്, നമ്മള് എന്താണ് പറയുന്നത്, നമ്മളുടെ ഈസ് ഓഫ് ലൈഫ് കൂടുന്ന കുറച്ച് കാര്യങ്ങളും. പക്ഷെ മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ജീവൻ രക്ഷിക്കുക, ക്യൂർ ചെയ്യുക എന്നുള്ള വേറൊരു സെക്ടർ ആണല്ലോ അത്. ലൈക്ക് ദാറ്റ് ഇസ് മോസ്റ്റ് ആപ്ലിക്കബിൾ. മറ്റത് നമുക്ക് നമ്മളൊരു ചാർട്ട് പറയുമ്പോൾ പറയില്ലേ, ഐ നീഡ് ഇറ്റ് ഓർ ഐ വാണ്ട് ഇറ്റ് എന്ന് പറയത്തില്ലേ, ഇത് അങ്ങനത്തെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ എത്തിയിരിക്കുക. അടുത്ത സ്ലൈഡിൽ ഞാൻ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ അല്ല, ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിപ്പോ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ബാഡ്മിന്റൺ റാക്കറ്റ്, അത് ഭയങ്കര ഹെവി ആയിരുന്നു, ഇരുമ്പ് കൊണ്ടുള്ളതാണ്. അത് പെട്ടെന്ന് എന്താ പറയാ, അതിന് തുരുമ്പെടുക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒടിഞ്ഞു പോകും, ഭയങ്കര റിജിഡാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ബാഡ്മിന്റൺ റാക്കറ്റുകളെല്ലാം നാനോ കോമ്പോസൈറ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയത്. അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ അതിന്റെ സ്ട്രെങ്ത്തിന് ഒരു കുറവില്ല താനും. അത് സ്ട്രോങ്ങർ ആണ് തന്നെ. അപ്പൊ സ്ട്രോങ്ങർ ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് കൊണ്ട് നമ്മുടെ ഡെയിലി ജീവിതത്തിനെ ഏറ്റവും ഈസി ഉള്ളതാക്കാനുള്ള പല പല ആപ്ലിക്കേഷൻ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ചില പ്രോഡക്ട്സിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇതൊക്കെയാണ് ഈ നാനോ ലെവലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സോട്ടിക് പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് നാനോ ടെക്നോളജി നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതെല്ലാം ഒരു പിടി ഏതാനും ചില ആപ്ലിക്കേഷൻസ് ആണ്, എല്ലാം ഒന്നുമില്ല, ഇതിലും കൂടുതലുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില ഫീൽഡ്സ് വേർ വി ആർ അപ്ലൈയിങ് ആക്റ്റീവ്ലി നാനോ ടെക്നോളജി. ഇപ്പോൾ എനർജി സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾ ഫ്യൂൽ സെൽസിൽ ഒരുപാട് നാനോ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഈ പറഞ്ഞ വിൻഡ് എനർജി ടർബൈൻസിന്റെ ഒക്കെ പെയിന്റ് കോട്ടിങ്, ആ കോട്ടിങ് ഒക്കെ അതിന്റെ എന്താ പറയുക റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആ ലെവലിൽ നടക്കുന്നുണ്ട്. അതുപോലെ ആ മെറ്റീരിയൽ, ബ്ലേഡ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ നാനോ കോമ്പോസൈറ്റ്സ് ആണ് ഇപ്പോൾ. പിന്നെ മെഡിസിൻ ആൻഡ് ഡ്രഗ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് മെഡിസിൻ ആൻഡ് ഡ്രഗ്സിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഡ്രഗ് ഡെലിവറി, കൺട്രോൾ ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്നത് ഒരു വലിയ ആപ്ലിക്കേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ പാകത്തിന് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നിലവിലുള്ള റേഡിയേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അടുത്തുള്ള ക്യാൻസർ ബാധിച്ച സെൽസിനെ അല്ലാതെ അതിന്റെ അടുത്തുള്ള ഹെൽത്തി സെൽസിനെയും നശിപ്പിച്ചു കളയും. ഈ ഡ്രഗ് ഡെലിവറിയുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസർ സെൽസിനെ മാത്രം, ക്യാൻസർ സെൽസിൽ ഈ നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസിനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ആ നാനോ പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ആ ക്യാൻസർ സെൽസിനെ മാത്രം, ഇതാണ് അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ, നശിപ്പിച്ചു കളയുക. അതുപോലെ ഇപ്പോൾ നമുക്ക് പല്ലുവേദന ഉണ്ടാകുക, ചെവി വേദന, ഇതൊക്കെ ഒരു ഫാൻസി ലെവലിലുള്ളൊരു ചിന്തയാണ്. പക്ഷെ എന്നാലും അതൊക്കെ ഇനി വരും കാലത്ത് പ്രാവർത്തികമാകുന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് ചെവി വേദന വന്നാലും നമ്മൾ മരുന്ന് കഴിക്കുന്ന വയറ്റിലോട്ടല്ലേ. അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ചെവി വേദന വരുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ ചെവിയിലോട്ട് തന്നെ ഡ്രഗ് വിടാൻ പറ്റുമോ എന്നുള്ള അന്വേഷണം. അപ്പൊ നമ്മള് ലോക്കലൈസ്ഡ് ഡ്രഗ് ഡെലിവറി, കൺട്രോൾ ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്ന പോലെ അങ്ങനെ. പിന്നെ പക്ഷെ ചെവി വേദന നമുക്ക് ഫീൽ ചെയ്യുന്നത് ബ്രെയിനിലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ അത് മാറുന്നത്. അത് പല രീതിയിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട് ബോഡിയിൽ. പക്ഷെ ഞാനൊരു ഫാൻസി എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഐ തിങ്ക് ഇതിലിപ്പോ എന്താ പറയാ, ബയോ ഡിഫെൻസ് ഒക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും കോസ്മെറ്റിക്സ് ഇസ് എ വെരി യൂസ്ഫുൾ. ഇത് നമ്മള് ഇറ്റ്സ് വെരി കോമൺ. നമ്മൾ കടയിൽ പോകുമ്പോൾ നാനോ ഇൻഫ്യൂസ്ഡ്, നാനോ പാർട്ടിക്കിൾസ് ഉള്ളത്, ഗോൾഡ് പാർട്ടിക്കിൾസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് കോസ്മെറ്റിക്സ് ആർ വെരി കോമൺ. അതെ, കോസ്മെറ്റിക്സിൽ ഒരുപാട് നാനോ പാർട്ടിക്കിൾസ് ആൻഡ് നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവസാന ഭാഗത്ത് ഞാൻ ഒരു പോയിന്റ് മറക്കാതെ പറയാം. നാനോ ഫേബ്രിക്സ്, അതൊരു പുതിയ ഒരു ഫീൽഡാണ്. നാനോ ഫേബ്രിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഷർട്ട് നമുക്ക് അയൺ ചെയ്യണ്ട, അങ്ങനത്തെ ഷർട്ട്സ് ഓൾറെഡി കുറച്ച് ഉണ്ട്. അപ്പൊ ഉണ്ട്, അത് ഓൾറെഡി ഫീൽഡിലുണ്ട്, ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അപ്പൊ അങ്ങനെ സ്മാർട്ട് ഫാബ്രിക്സ് അല്ലേ, റിങ്കിൾ ഫ്രീ സ്മാർട്ട് ഫാബ്രിക്സ്. അതിന്റെ പുറകിൽ നാനോ ടെക്നോളജിയാണ്. അതുപോലെ ബയോ എഞ്ചിനീയറിംഗ് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ
ഒരുപാട് സെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ബയോ സെൻസേഴ്സ് ഇൻ ദ ലെവൽ ഓഫ് നാനോ സൈസ്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റിയിൽ ഞാൻ കുറച്ച് ഒരു ചെറിയ ഭാഗം ചെയ്തിട്ടുണ്ട് നാനോ ടെക്കിൽ വർക്ക് ചെയ്യുമ്പോൾ. അവിടുത്തെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചിപ്പ് ഉണ്ടാക്കുന്നു. ആ ചിപ്പ് ഉപയോഗിക്കുന്നത് കളേഴ്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്. അപ്പൊ ഈ കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മളൊരു എയർപോർട്ടിലോ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ അത് ശരിക്കും നമ്മൾ ഒരു പട്ടിയുടെ, ഒരു ഡോഗിന്റെ നോസിനെ ഇമിറ്റേറ്റ് ചെയ്യുക ചെയ്തത്, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അപ്പം ഈ വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആണല്ലോ ഈ പറഞ്ഞ പോലെ, എക്സ്പ്ലോസീവ്സ് ഒക്കെ നോട്ട് ദാറ്റ് വോളറ്റൈൽ, ബട്ട് അതിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവും എയറിൽ. അതുകൊണ്ടാണല്ലോ നായക്ക് മണക്കാൻ പറ്റുന്നത്. സോ അതിന് പകരം ഈ കളർ ചിപ്പ് ഉപയോഗിക്കുക. ഈ കളർ ചിപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ ചിപ്പിന്റെ കളർ മാറും. അപ്പോൾ ഈ കളർ നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ്ലി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് കളറിന്റെ മാറ്റം അനുസരിച്ചിട്ട് നമുക്ക് ഈ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെയിം ടെക്നോളജി നമുക്ക് ഫുഡ് പാക്കേജിങ്ങിൽ ഉപയോഗിക്കാം. ഇപ്പോൾ മീൻ, ഫോർ എക്സാമ്പിൾ ഫിഷ് പാക്കേജ്. ഇപ്പൊ ഫിഷ് അതിന്റെ ഉള്ളിൽ ഇത് പ്രിന്റ് ചെയ്ത് വെക്കാം. നമുക്ക് പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷ് ഇരിക്കുന്തോറും ചീത്തയാകുമ്പോഴത്തേക്കും വോളറ്റൈൽ കോമ്പൗണ്ട്സിനെ ഇങ്ങനെ റിലീസ് ചെയ്യും എയറിലോട്ട്, അല്ലെങ്കിൽ ആ പാക്കേജിനകത്ത്. അപ്പൊ ഈ വോളറ്റൈൽ കോമ്പൗണ്ട്സ് ഈ കളേഴ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കളർ മാറും. അപ്പൊ നമുക്ക് ഈ കളർ നോക്കിയിട്ട് ഇതിന്റെ ഫ്രഷ്നെസ് ഡിസൈഡ് ചെയ്യാം. അതുപോലെ ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടെയ്നറിൽ ഇത് വരൂലേ, എന്താ പറയാ, വാഴപ്പഴം. അതിന്റെ എന്തുമാത്രം പഴുത്ത്, അത് എന്തുമാത്രം റൈപ്പായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ബാർ കോഡ് പോലുള്ള ഇതുണ്ട്, കളർ കോഡിങ്സ് ഉണ്ട്. അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഈ ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് അതിന്റെ ഒരു അത് യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രാവർത്തിയാക്കുന്നത്. പിന്നെ ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒരുപാട് ചാൻസസ് ഉണ്ട് നാനോ ടെക്നോളജിക്ക്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത്രയും ഒരു ചെറിയ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലും കൂടുതൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇനി പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ലെവലിലെല്ലാം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ അന്വേഷിച്ച് പോകേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇത് നമുക്ക് പഠിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് തുടങ്ങേണ്ടത്, നമ്മൾ ഈ ഒരു ലെവലിലേക്ക് വരാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സീരീസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കൂടുതൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് ചെയ്യണം. പിന്നെ ഇതിന്റെ ഒരു ഡൗൺ സൈഡ് കൂടെ പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ഈ നാനോ പാർട്ടിക്കിൾസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു, ഇതിനൊരു എക്സോട്ടിക് പ്രോപ്പർട്ടിയാണ് നാനോ ലെവലിലേക്ക് വരുമ്പോൾ. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരുപാട് പ്ലസ് ഉണ്ട്, ഇതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന. പക്ഷെ ഇതിന്റെ ഒരു ഡംപിങ് ഇൻ ടു ദ എൻവയോൺമെന്റ്, ഇത് കൈവിട്ടുപോയി, ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് നമ്മുടെ ഈ പറയുന്ന പോലെ നേച്ചറിനെ അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. അതിന്റെ ഡിസ്പോസൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ഒരിക്കലും എൻവയോൺമെന്റിലേക്ക് ഇത് പുറന്തള്ളാൻ പാടില്ല. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ മെക്കാനിസം അറിഞ്ഞിരിക്കണം. അത് തന്നെ ഒരു ഫീൽഡാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. എൻവയോൺമെന്റൽ ത്രെറ്റ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആൻഡ് നാനോ പാർട്ടിക്കിൾസ്. ബിക്കോസ് ഇത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വരുമ്പോൾ അക്വാട്ടിക് ലൈഫിന് നല്ലതല്ല. അതുപോലെ ഇപ്പൊ എന്താ പറയാ, സാധാരണ ജീവജാലങ്ങൾക്ക് നല്ലതല്ല, മനുഷ്യന് തന്നെ നല്ലതല്ല. ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കോസ്മെറ്റിക്സിലുള്ള നാനോ പാർട്ടിക്കിൾസ് കൺസ്യൂം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ദൂഷ്യഫലങ്ങളും ഇതിന്റെ ഒപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തേ പറ്റൂ. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീൽഡാണ്. അതും നമ്മൾ കൺസിഡർ ചെയ്യണം വരുന്ന വെബ് സീരീസുകളിൽ.
ഈ നാനോ ടെക്നോളജിയില് അതിന് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് എങ്ങനെയാണ്? കാരണം ഇപ്പൊ കുറെ ഫീൽഡ്സ് പറഞ്ഞു. അപ്പം അതിലുള്ള സാധാ ഒരു ഇതും തമ്മിലുള്ള കോസ്റ്റ് ഇമ്പാക്ട് എങ്ങനെയാണ്? കോസ്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇപ്പോ ഇത് ഈ ടെക്നോളജി ഒരു ബിസിനസ് ലെവലിലേക്ക് വരുമ്പോഴുള്ള കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അതോ ബിസിനസ് ലെവലിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോഴുള്ള കോസ്റ്റ്? ബേസിക്കലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി തന്നെയാണ്. അതിന് അതിൻ്റെതായ ഒരു മുടക്കം, ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എന്തായാലും വേണ്ടി വരും. പക്ഷേ നമ്മൾ നെറ്റ് നോക്കുവാണെങ്കിൽ ആപ്ലിക്കേഷൻ എല്ലാം ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെന്റും അല്ലെങ്കിൽ അതുകൊണ്ട് മാർക്കറ്റിലുണ്ടാകുന്ന വാല്യൂ എല്ലാം നോക്കുമ്പോഴേക്കും ഇൻവെസ്റ്റ്മെന്റിന് അതൊരു എന്താ പറയാ ഒരു ഫ്രൂട്ട്ഫുൾ ഇൻവെസ്റ്റ്മെന്റ് തന്നെയായിരിക്കും. പക്ഷെ ഡെഫിനറ്റ്ലി കോസ്റ്റ് ഇൻവോൾവ് ആണ് ഇതിനകത്ത്. പക്ഷെ ഇപ്പോ നമ്മളിപ്പോ നാനോ ടെക്നോളജി, ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദി യൂസർ എൻഡ്. ഇപ്പൊ ചേട്ടൻ പറയുന്നത് നമുക്ക് ആ യൂസേജ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് കാരണം ആ കോസ്റ്റ് ഒരു പ്രശ്നമാകില്ല എന്നല്ലേ? യു ഗെറ്റ് സംതിങ് ബെറ്റർ ഫോർ ദ കോസ്റ്റ്. അതെ. ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ നാനോ ഫാബ്രിക്സ് എടുക്കുക. നാനോ ഫാബ്രിക്സ് ഒരു സ്മാർട്ട് മെറ്റീരിയൽ ആണ്. അത് നമ്മൾ ഒരു ഷർട്ട് 6 മാസം ഉപയോഗിക്കാമെങ്കിൽ ഇത് അതേ പ്രൗഢിയോടുകൂടെ 1 വർഷം ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ്സ് ബെറ്റർ. ചിലപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പൈസ മുടക്കേണ്ടി വരുമായിരിക്കും, പക്ഷെ അതിനുള്ള ബെനിഫിറ്റ് നമുക്കുണ്ടാവും. അങ്ങനെ അതും ഒരു ഫീൽഡാണ്, ലൈക്ക് എക്സ്ട്രാ ഫീൽഡ്. അപ്പൊ ഓഫ്കോഴ്സ് നമുക്ക് ഇനി വരുന്ന സെഗ്മെന്റ്സിൽ ഇത് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് വി നീഡ് മോർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്യൂരിയോസിറ്റീസ്, ക്വസ്റ്റ്യൻസ്, അത് ഇപ്പോൾ സ്റ്റുഡൻസ് ആകാം, മിഡ് കരിയറിലുള്ളവരാകാം, ഓൾറെഡി ഇതിൽ വെറുതെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാകാം, മേ ബി ദേ നോട്ട് ഈവൻ ഇൻട്രസ്റ്റഡ് ഇൻ കരിയർ. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും അവരുടെ ക്വസ്റ്റ്യൻസ് ഇതിന് കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ ചെയ്യണം. അപ്പോൾ അതനുസരിച്ചിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റും. ബേസിലേട്ടൻ പറഞ്ഞ പോലെ പല ഫീൽഡിൽ പല എക്സ്പേർട്സ് ആയിരിക്കും ഇനി ഉണ്ടാവുക. നാനോ ബയോടെക്നോളജിയിലാകാം ചിലരുണ്ടാവുക, ചിലർ കോസ്മെറ്റിക്സിലായിരിക്കും വർക്ക് ചെയ്യുക. സോ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്ന എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് ഈ ഒരു നാനോ ടെക്നോളജിയുടെ നമുക്കൊരു ഡിസ്കഷൻ സെഷൻ വെക്കാൻ നോക്കാം. ഒരു ഇന്ററാക്ഷൻ സെഷൻ ആവാം. സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പറയുക. ഇപ്പൊ സ്കൂളിൽ ഉണ്ടാവാം, ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പറ്റുള്ളൂ. നമുക്ക് ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുള്ളൂ. പുതുമയുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയായിരിക്കും ചോദിക്കാൻ പോണത് ഇതിനെ ബേസ് ചെയ്തിട്ട്. സോ മോസ്റ്റ് വെൽക്കം ഇതിനുള്ള ക്വസ്റ്റ്യൻസ് അയക്കുക. സോ താങ്ക് യു ബേസിൽ ചേട്ടാ. അത് ശരിക്കും ഭയങ്കര ലേമൻ ടേംസ് ആയിരുന്നു, ഞങ്ങൾക്ക് മനസ്സിലായി. പറഞ്ഞു വന്നപ്പോ ഒരുപാട് കൂൾ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. പറഞ്ഞപ്പോ എല്ലാത്തിലും നാനോ ടെക്നോളജി ഉണ്ട്, മാത്സ് എല്ലാത്തിലും ഉണ്ടെന്ന് പറയുന്ന പോലെ ഉണ്ട്. ചേട്ടനോട് ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചേട്ടൻ എഞ്ചിനീയറിംഗ് പഠിച്ചതല്ലേ? എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഞാൻ ബേസിക്കലി കെമിസ്ട്രിയാണ് എൻ്റെ സബ്ജക്ട്. മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും കെമിസ്ട്രി ആയിരുന്നു. പിന്നെ ഞാൻ സ്വീഡനിൽ വന്നിട്ട് മാസ്റ്റേഴ്സ് ഇൻ നാനോ ടെക്നോളജി ആൻഡ് നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തു. ഇവിടെ വരുമ്പോഴത്തേക്ക് അത് MS എന്നുള്ളൊരു ലേബലിലേക്ക് മാറി. അതാണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ PhD ആണ് വന്നത്. അപ്പൊ ബേസിക്കലി എൻ്റെ ആസ്പെക്ട് മുഴുവനും കെമിസ്ട്രി സൈഡാണ്. കെമിസ്ട്രിയിൽ നിന്നും നാനോ ടെക്നോളജീനെ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളതാണ് ഞാൻ ഇതുവരെ ചെയ്തത്. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്പെക്ട്രം പറയുന്ന കേട്ടപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം. അതെ. പക്ഷെ ഈ അടുത്ത കാലത്ത് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒരു ഫീൽഡായിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കുറച്ച് എനിക്ക് ഒത്തിരി താല്പര്യം തോന്നി. ഞാൻ കുറെയൊക്കെ ശ്രമിച്ചു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വായിക്കാനും പഠിക്കാനും ഒക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫിസിക്സും ഈക്വലി ഇൻട്രസ്റ്റിംഗ് ആണ്. നാനോ ടെക്നോളജി ഈക്വലി അല്ല, ഫിസിക്സ് ആണ് ശരിക്കും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി തന്നെയാണ് നാനോ ടെക്നോളജി. എല്ലാ മേഖലയും പരസ്പര പൂരകങ്ങളായിട്ട് നിന്നാൽ മാത്രമേ ഇത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തുള്ളൂ. കാരണം ഈ ഫിസിക്സും ഈ കെമിസ്ട്രിയും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നാനോ മെറ്റീരിയൽസിനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ബയോളജിയിലായിരിക്കും, മെഡിക്കൽ ഫീൽഡിലായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരുപാട് മാത്തമാറ്റിക്സ് ഇൻവോൾവ് ആണ്. മാത്തമാറ്റിക്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നാനോ ടെക്നോളജിനെ നമുക്കൊരു പർട്ടിക്കുലർ
ഷെഡിൽ കൊണ്ടേ കെട്ടാൻ പറ്റില്ല. ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി സംഭവം തന്നെയാണ്. അല്ല, ചേട്ടൻ പറഞ്ഞത് മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാണ്, എഞ്ചിനീയറിംഗിന് തന്നെ പോകണമെന്നില്ല നാനോ ടെക്നോളജിയിലേക്ക് എത്താൻ എന്നുള്ളത്. ഒരു പോയിന്റ് ഒന്ന് റീവിസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ പൊതുവെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മാത്രമേ ചില ഫീൽഡിൽ പോകാൻ പറ്റൂ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ. പക്ഷെ നമ്മൾ പുറം നാട്ടിലൊക്കെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാറുണ്ട്, പല കാര്യങ്ങൾ പഠിച്ച ആൾക്കാർ തിരിച്ച് ലാസ്റ്റ് നമ്മളോട് എഞ്ചിനീയറിംഗ് റിസർച്ചിലോ, അത് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരാൾ വേറെയാണ്, പക്ഷെ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് നിർബന്ധമില്ല. നാനോ ടെക്നോളജിയിൽ എത്തണമെങ്കിലോ അതിപ്പോ കെമിസ്ട്രിന്നോ ഫിസിക്സിന്നോ ഒക്കെ പഠിച്ചിട്ട് മാസ്റ്റേഴ്സിലേക്ക് ഐ തിങ്ക് യു ക്യാൻ നാരോ ഡൗൺ ഫർദർ. സോ അതൊരു എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ല എന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അല്ലല്ലോ, നാനോ ടെക്നോളജി അതൊരു നല്ല ചോദ്യമായിരുന്നു. അതൊരു നല്ലൊരു വെളിപ്പെടുത്തലുമാണ് മറ്റുള്ളവർക്ക്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് ശരിക്കും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്നത്. കാരണം നാട്ടിൽ ഈ പറഞ്ഞ പോലെയുള്ള ഒരു വിചാരമുണ്ട്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എല്ലാവരും എഞ്ചിനീയറിംഗിന് പോകണമെന്നും അതിന് ശേഷമാണ് കൂടുതലും റിസർച്ചിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷെ നമുക്ക് എഞ്ചിനീയറിംഗ് വേണമെന്നില്ല. സാധാരണ ബാച്ചുലേഴ്സ് കഴിഞ്ഞിട്ടും മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഈ ഒരു നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, ആ താല്പര്യം വെച്ച് നമുക്ക് ഏതും പഠിക്കാനുള്ള അവസരം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇൻഫർമേഷൻ ആണ്, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട. WM ഓഫ് ഡെൻമാർക്കും WM ഓഫ് ഗ്ലോബലും WM ഓഫ് വിമൻസ് ഫോറവും കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം അതാണ്. ഈ ഇൻഫർമേഷൻ എത്തിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കുക. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ വരും. ചേട്ടൻ മാത്സിനെ പറ്റി ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോഴും ഞാൻ ഇതിനു മുന്നേ ഒരു സ്കൂളിൽ മെന്ററിങ്ങിന് പോയപ്പോഴും അവർ പറയുന്നുണ്ട്, മാത്സ് ഇഷ്ടമല്ല നമ്മൾ പറയില്ലേ, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ, നാനോടെക് അല്ലെങ്കിൽ ബയോടെക് പഠിക്കണം അല്ലെങ്കിൽ എയറോസ്പേസ്. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ 10th 12th പഠിക്കുമ്പോൾ നമ്മൾ ബോർഡ് എക്സാംസ് നമ്മൾ അങ്ങനെ പഠിക്കുമല്ലോ, ഈ മാത്സേ അല്ല എഞ്ചിനീയറിംഗ് വരുമ്പോഴുള്ള മാത്സും ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന മാത്സും ഒക്കെ ഡിഫറെന്റ് ആണ്. കാരണം നമ്മളൊരു പാഷനോട് കൂടി ഒരു കാര്യം സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഡിഫറെന്റ് മാത്സ് ആണ്. സോ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിൽ ബേസിക്കിന്നേ ചിലപ്പോൾ തുടങ്ങാറുണ്ട്, കാൽക്കുലസും അങ്ങനെയൊക്കെ. സോ വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ സാധാരണ മാത്സിന് മാർക്ക് കുറവാണ്. അപ്പോ ഇവൻ നമ്മൾ പറയില്ലേ, അപ്പോ എഞ്ചിനീയറിംഗിന് പറ്റില്ല പറയും, മാത്സിന് കുറവ്. 10ാം ക്ലാസ്സിന് മാർക്ക് കുറഞ്ഞ നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു അപ്പൊ അതൊക്കെ നമുക്ക് ഈ സീരീസസ് കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. കാരണം ഒരു കുട്ടിക്കൊരു പാഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, എനിക്ക് അതിനെപ്പറ്റി അറിയണം, കൂടുതൽ അറിയണം. പ്രോബബ്ലി അത് 10ലോ 11ലോ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കത് ഇവോൾവ് ആവില്ല. കാരണം നമുക്കൊരു ഫിക്സ്ഡ് സിലബസ് ആണ്. ആ പഠിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ സ്കിൽഡ് ആയിരിക്കില്ല. ചിലപ്പം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് അൺകവർ ചെയ്യാൻ പറ്റും. ഇതാണല്ലോ എനിക്ക് പഠിക്കേണ്ടിയിരുന്നത്, ഇത് ആകുമ്പോൾ എനിക്ക് പ്രശ്നം. ചിലപ്പോൾ ബാക്കിയുള്ളതൊക്കെ കുറച്ച് മാർക്ക് കുറയായിരിക്കും, എന്നാലും ഇത് ഭയങ്കര കിള്ളായിട്ട് പഠിക്കും. സോ അങ്ങനെയുള്ള ഇപ്പൊ ചേട്ടനോട് അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ചേട്ടൻ എഞ്ചിനീയർ ആണോ? കാരണം അതല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. എഞ്ചിനീയർ ആകണം എന്നില്ല, നാനോടെക്കിൽ PhD എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യണമെങ്കിലോ. ടെക്നോളജി എന്നുള്ളൊരു വാക്ക് വന്നാൽ അത് ബിടെക് ആവണമെന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇറ്റ് കെൻ ബി എനിത്തിങ്. ബാച്ചിലേഴ്സ് സാധാ നമ്മൾ കോളേജിലൊക്കെ പോയി ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ പഠിച്ചാലും മതി. അഫ്കോഴ്സ് എഞ്ചിനീയർ, നമ്മൾ ക്രിയേറ്റിവിറ്റി, നമുക്ക് പുതിയൊരു കാര്യം അറിയാവുന്നതിൽ നിന്ന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴാണ് എഞ്ചിനീയറിംഗ് വരുന്നത്. അത് വേറൊരു സെഗ്മെന്റ് ആണ്. സോ പ്രോബബ്ലി നമുക്ക് അതൊക്കെ ഇനി വരുന്ന സെഗ്മെന്റ്സിൽ ഡിസ്കസ് ചെയ്യാം, ഏതൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഫീൽഡ്സ്, ഏതൊക്കെയാണ് തിയറട്ടിക്കൽ ഫീൽഡ്സ് എന്നുള്ളത്. സോ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എക്സ്പ്ലനേഷൻ ആയിരുന്നു. നമുക്ക് ഇനി ഇതൊക്കെ തന്നെ ഇനി വരുന്ന സ്പീക്കേഴ്സിനും പ്രതീക്ഷിക്കാം. സോ രചന, താങ്ക് യു സോ മച്ച്. ഇപ്പം എനിക്കറിയാം വിമൻസ് ഫോറം ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, ഇനിയും സീരീസ് ഓഫ് ടോക്ക് വരും. അപ്പോൾ രചന നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നുകൂടെ പറയാമോ ഇനി വരുന്ന ടോക്സ് ഏതൊക്കെയാണ്? ഇനി ഉള്ളത് വിമൻ ഇൻ സോഷ്യൽ മീഡിയ, പിന്നെ ഒരെണ്ണം ഓതറിങ് ആൻഡ് പബ്ലിഷിംഗ് എ ബുക്ക്. ഇത് രണ്ടുമാണ് ഇപ്പം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ബാക്കി നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള ടോപ്പിക്സും ഇൻട്രസ്റ്റും ഞങ്ങൾക്ക് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് ഉള്ള ടോക്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ ലൈഫ് സ്കിൽസ് ലൈക്ക് എന്താ പറയാ, നേരത്തെ അജുന പറഞ്ഞത് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യണത്, ലൈക്ക് ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക.
നമുക്ക് അതും ചെയ്യാം, സോ ദാറ്റ് ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ ടു എവ്രിവൺ. എക്സാക്ട്ലി. കരിയർ എന്ന് പറയുമ്പോൾ ഞാനത് എടുത്തു പറയാൻ, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, കരിയർ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയും ഒന്നുമല്ല, സ്പോർട്സ്മെൻ. അതായത് നമ്മളിപ്പോ നമ്മളെ നാട്ടിൽ നിന്ന് പുറത്ത് വന്ന ഒരു സ്പോർട്സ് ഉണ്ട്, അതിന്റെ ട്രെയിനിങ് ചിലപ്പോൾ നാട്ടിൽ മിസ്സിംഗ് ആണെന്ന് തോന്നിയാൽ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും, എങ്ങനെയാണ് പുറത്തു പോയി പഠിക്കണോ, ഇന്ത്യയിൽ തന്നെ പഠിക്കണോ, ഇത് പഠിച്ചാൽ ഞാൻ എവിടെ എത്തും, പിന്നെ ഇനി നമ്മൾ എക്സ്പെർട്സിനെ കൊണ്ടുവരാൻ നോക്കും, രണ്ട് മാനേജ് ചെയ്യുന്നവരെ നമ്മൾ കൊണ്ടുവരാൻ നോക്കാം, ഓൺടർപ്രണേഴ്സിനെ കൊണ്ടുവരാൻ നോക്കാം. സോ വി വിൽ ട്രൈ ടു കവർ ഓൾ ദ ഫീൽഡ്സ്. പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്. താങ്ക് യു സോ മച്ച്. രചന പറഞ്ഞു. അല്ല, ഒരു കാര്യം കൂടെ, സാധാരണ ലൈക്ക് ഗേൾസിനെ പുറത്തു വിടാനായിട്ട് പേരൻസ് മടിക്കും. സോ അത് പുറത്തു പോയി പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവര് സേഫ് ആണ്. അതിനെ കുറിച്ചുള്ള ഒരു ടോക്ക് ഞങ്ങൾ ഉടനെ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കും. സോ ദാറ്റ് യു നോ, പ്രോഗ്രാം ആയതുകൊണ്ടല്ല ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, ഇപ്പോ നമുക്ക് തന്നെ ഒരുപാട് കോണ്ടാക്ട്സ് വരുന്നുണ്ടല്ലോ. അതായത് എന്റെ മകൾ അല്ലെങ്കിൽ ഇവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലേഡി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം ഒരു മലയാളി ഉണ്ടെങ്കിൽ, നമ്മള് പാട്ട് പോലെ ഒരു മലയാളി എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴെങ്കിലും കിട്ടിയാൽ കൊള്ളാന്നുള്ളതുകൊണ്ട് അഫ്കോഴ്സ് WMFന്റെ നെറ്റ്വർക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് ഒരു കുട്ടി പോകുമ്പോൾ ആ രാജ്യത്തിനെ പറ്റി ഒന്ന് വിളിച്ചന്വേഷിക്കാനോ, അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആണല്ലോ എന്ന് മലയാളത്തിൽ കേൾക്കുമ്പോൾ അഫ്കോഴ്സ് നമ്മൾ ഫുൾ ഷ്യൂരിറ്റി തരുമെന്നോ നമ്മൾ അവരെ നോക്കും, അങ്ങനെയല്ല, ഗാർഡിയൻസ് ആകുമെന്നല്ല, എന്നാലും വിളിച്ച് സംസാരിക്കാൻ നമ്മളോട് എപ്പോഴും വേണം നമുക്ക് ഓപ്പൺലി അപ്രോച്ച് ചെയ്യാം. ഡെൻമാർക്ക് അല്ല, ബാക്കി ഏത് രാജ്യത്തുള്ള ആൾക്കാരും അത് ഹെൽപ്പ് ചെയ്യാറാകും. പിന്നെ ഈ പുറത്തേക്ക് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് നമുക്കൊരു ടോപ്പിക് ആയിട്ട് ഫോർ ഷുവർ എടുക്കാം. ചില കാര്യങ്ങൾ മിസ്റ്റേക്കൻലി നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ ഇല്ല, നമുക്ക് പുറത്ത് പോയാലേ പഠിക്കാൻ പറ്റൂന്ന് വിചാരിക്കുന്ന ചില ഫീൽഡുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ആൻഡ് ദെൻ ദർ ആർ സം വിച്ച് ഇസ് അബ്രോഡ്. അപ്പൊ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് സീരീസ് നാനോ ടെക്നോളജി വിൽ ബി ഇൻ ഡീറ്റെയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ അനുഭവങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. മറ്റേ ആ കൊച്ചു പറഞ്ഞ പോലെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. നമുക്ക് ശരിയായി. അതെ, അതെ, ടോക്കിംഗ് ഫ്രം ദി ഹാർട്ട്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും ഇപ്പം നമ്മൾ അപ്പൊ അവിടെ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാലേ നമുക്ക് ശരിയാവാതിരിക്കുമ്പോൾ നമ്മൾ പറയും, വെട്ടേണ്ടത് ഇങ്ങനെ ആയിരുന്നു കുട്ടി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. സോ വാട്ട് വി വിൽ ട്രൈ ഇസ് ടു വാണ്ട് ശരിയാവണമെങ്കിൽ ഇങ്ങനെ പറ്റിയാൽ മതി എന്നുള്ളത്. സോ വി വിൽ ട്രൈ ടു ടെൽ അവർ ലൈഫ് എക്സ്പീരിയൻസസ്. കൂടുതലും ഇനി വരുന്ന സീരീസ് ലൈഫ് സ്റ്റോറീസ് ആയിരിക്കും, അവരുടെ സ്വന്തം വ്യൂസും എക്സ്പെർട്ടീസും ആയിരിക്കും. സോ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് പോലെയാണ് അത്. അതല്ല എല്ലാം, ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാകും. ഈ റിസർച്ച് തന്നെ ഇപ്പൊ നാനോടെക് തന്നെ മില്യൺസ് ഓഫ് ആൾക്കാരുണ്ടാവും. സോ ഇതൊരു ഒരാളുടെ വ്യൂ ആണ്. അതുപോലെ നമ്മളുടെ വ്യൂ നമ്മൾ പറഞ്ഞു തരാൻ ശ്രമിക്കും. അത് വെച്ച് ബേസ് ചെയ്ത് കുട്ടികൾക്കെങ്കിലും, അല്ലെങ്കിൽ മിഡ് കരിയർ, ഇപ്പോ ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാല് വിമൻ ഹു ഹാഡ് ടു സ്റ്റോപ്പ് ദ കരിയർ, അല്ലെ, ഫാമിലി നോക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റിയ ടോപ്പിക്സ് ആവാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർ നേരത്തെ പഠിച്ചു, അവർക്ക് ഈ റിഫ്രഷിംഗ് കോഴ്സസ് എന്ന് പറയാം, ചെറിയ മോഡ്യൂളൊക്കെ എടുത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചെയ്താൽ ചിലപ്പോൾ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. സോ അങ്ങനെയുള്ള ഡിസ്റ്റൻസ് കോഴ്സസ് ഉണ്ടാവും. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെറുതെ ഡിസ്കസ് ചെയ്യാനായാലും റൈറ്റ് ടു അസ് ആൻഡ് മേ ബി വി ക്യാൻ ഹെൽപ്പ് യു. ഉറപ്പല്ല നമ്മളിപ്പോ സ്കൈപ്പിലോ അല്ലെങ്കിൽ സൂമിൽ വന്ന് 1-to-1 ഹെൽപ്പ് ചെയ്യാം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇഫ് ഒരു 5-6 പേര് ഒരു കോമൺ ടോപ്പിക് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് ഒരു നട്ട്ഷെൽ. ടോക്ക് ടു അസ്, റൈറ്റ് ടു അസ് എന്ന് പറയുന്ന പോലെ മെസ്സേജസ് ആൻഡ് ലെറ്റേഴ്സ് നോ. അപ്പോ താങ്ക് യു സോ മച്ച് ബേസിലേട്ടാ. താങ്ക് യു രചന. നമുക്ക് അടുത്ത സെഗ്മെന്റിൽ ഇനിയും കാണാം.